Hi friends, welcome back to Abeena's World. ഇന്ന് ഞാനൊരു വെറൈറ്റി ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡ്രൈ ട്യൂണ ഫിഷ് അല്ലെങ്കിൽ മാസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ മാസ് വെച്ചിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. മാസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം എല്ലാവർക്കും അറിയണമെന്നില്ല. ഇത് ലക്ഷദ്വീപുകാരുടെ ഒരു മെയിൻ ഫുഡാണ് ഈ മാസ് എന്ന് പറയുന്നത്. സൂതമീൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ചൂര എന്നൊക്കെ പറയും. ആ മീൻ കടൽ വെള്ളത്തിൽ നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഉണക്കിയെടുത്തിട്ടാണ് ഈ ഒരു മാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് കിട്ടിയത് എൻ്റെ ഉപ്പൻ്റെ നാടാണ് ലക്ഷദ്വീപ്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാസ് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 2 മാസം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുറച്ച് നേരം കുതിരാൻ വേണ്ടി വെക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 വലിയ സവാള, 3 തക്കാളി, 4 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഇലകൾ, 4 ഗ്ലാസ് ബിരിയാണി റൈസ്, പട്ട ഗ്രാമ്പു ഏലക്ക, 2 കപ്പ് തേങ്ങാപ്പാൽ. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, പിന്നെ ബിരിയാണി മസാല 1.5 ടേബിൾ സ്പൂൺ. ഇനി ഒരു മാസിൻ്റെ ഹാഫ് പോർഷൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒരു പൊടികളുടെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നമ്മളെ മാസിൻ്റെ ഫ്ലേവർ റൈസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി മാസ് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ പാത്രം ചൂടായി വരുമ്പം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ കളർ ആകുമ്പം ഇതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടൊന്ന് മൂടി വെക്കാം. ഇപ്പം പച്ചമുളകും സവാളയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള മാസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ വേണം ചേർക്കാൻ. എന്നിട്ട് ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മാസിൻ്റെ ഒരു പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലും നമ്മുടെ റൈസ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മൂടി വെക്കാം. ഇനി ഇത് നന്നായിട്ട് തിളവന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഇതിലിട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് ചേർത്തിട്ട് ഫസ്റ്റിലൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബിരിയാണി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യിൽ സവാളയും അണ്ടിപ്പരിപ്പും കുറച്ച് ഇലകളും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ബിരിയാണി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും ഇലകളൊക്കെ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു നെയ്യും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ കുറച്ച് ഫ്രഷ് ട്യൂണ ഫിഷും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.